ദിവികാരുണീശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മരണത്തെ അനുഗ്രഹത്തോടെ സ്വീകരിക്കാൻ കരുത്തേകുന്നത് കുർബാനയാണ്. മനുഷ്യജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് മരണമാണ്. അതിലും വലിയൊരു സങ്കടം ഒരാൾക്ക് വേറെ വരാനില്ല. കൂടപ്പിറപ്പുകളെയും ഉള്ളിലൊരുപാട് പ്രിയമുള്ളവരെയും ഏതെങ്കിലും കാരണത്താൽ നഷ്ടപ്പെടുമ്പം ഞാനും നിങ്ങളുമൊക്കെ കടന്നു പോകുന്നത് സങ്കല്പിക്കാൻ കഴിയാത്തൊരു സങ്കടമല്ലേ. ഞാൻ സമാനമായ സങ്കടത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷിയാണ്. മറ്റൊന്നുകൊണ്ടുമല്ല, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് മടങ്ങി വരാൻ സാധ്യതയുണ്ടെങ്കിൽ നമുക്കൊരു പ്രതീക്ഷയ്ക്കെങ്കിലും വകയുണ്ട്. എന്നാൽ മരണം മടങ്ങിവരവിൻ്റെ സാധ്യതയെ മുഴുവനും ഇല്ലാതാക്കുന്നതല്ലേ. ജർത്രൂദ് പുണ്യവതി കൃത്യതയോട് കൂടിയിട്ട് പറയുന്നൊരു കാര്യം, ജീവിതകാലത്ത് യോഗ്യതയോടെ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയോളം എണ്ണം വിശുദ്ധർ മരണനേരം എൻ്റെ കട്ടിലിനരികിലുണ്ടാവും. യോഗ്യതയോടെ ജീവിതകാലത്ത് വിശുദ്ധ കുർബാനയിൽ ഒരു വിശ്വാസി പങ്കെടുക്കുമ്പോൾ യോഗ്യതയുടെ കുർബാനയോളം എണ്ണം വിശുദ്ധ ജീവിതങ്ങൾ നിന്റെ ജീവിതത്തിൻ്റെ അതിനിർണായകമായ ഘട്ടത്തിൽ, നിസ്സംശയം പറയാണ്, മരണത്തോളം നിർണായകമായ, മരണത്തോളം ഭയമുളവാക്കുന്ന, മരണത്തോളം നമ്മുടെ ജീവിതത്തെ നിസ്സഹായരാക്കുന്ന മറ്റൊരു അനുഭവം വേറെയില്ലല്ലോ. അവിടെ പോലും കരുത്തായി ഈ പരിശുദ്ധ കുർബാന മാറും എന്നർത്ഥം. വീണ്ടും ജർത്രൂദ് പുണ്യവതി ഓർമ്മപ്പെടുത്തുകയാണ്, ജീവിതകാലത്ത് യോഗ്യതയോടെ അർപ്പിക്കുന്ന ഒരു പരിശുദ്ധ കുർബാനയ്ക്ക് മരണശേഷം നിനക്കായി അർപ്പിക്കപ്പെടുന്ന 1000 കുർബാനയേക്കാൾ വിലയുണ്ട്. മരിച്ച ശേഷം നമ്മൾ ആയിരക്കണക്കിന് കുർബാന ചൊല്ലിയിട്ട് സ്വർഗം സ്വന്തമാക്കാം, ശുദ്ധീകരണയിടത്തെ തരണം ചെയ്യാം എന്ന് കരുതുന്നത് മണ്ടത്തരമാണ്. കാരണം ജീവിതകാലത്തെ ഒറ്റ കുർബാനയ്ക്ക് നിന്റെ മരണശേഷം അർപ്പിക്കപ്പെടുന്ന 1000 കുർബാനയേക്കാൾ വിലയുണ്ടെങ്കിൽ ജീവിച്ചിരിക്കെ യോഗ്യതയോടെ കുർബാനയിൽ പങ്കെടുത്ത് നല്ല അഭിമാനത്തോടുകൂടെ തമ്പുരാനോട് മരണത്തെയും മരണാനന്തര ജീവിതത്തെയും അനുഗ്രഹമാക്കാൻ പ്രാർത്ഥിക്കണം. ചില ആളുകൾ ജീവിച്ചിരിക്കെ കുർബാനയോട് ഒരു ബന്ധവുമില്ല. ഒരു വലിയ വീട്ടിലെ ചേട്ടൻ മരിച്ചു. മക്കൾ എവിടുന്നോ കേട്ടു ഗ്രിഗോറിയൻ കുർബാനയെക്കുറിച്ച്. അവരുടെ വിചാരം, ജീവിതകാലത്ത് എന്ത് തോന്നിവാസം കാണിച്ചാലും പണമുണ്ടെങ്കിൽ ഗ്രിഗോറിയൻ കുർബാന ചൊല്ലിച്ചാൽ അതോടുകൂടെ എല്ലാ പ്രശ്നവും പരിഹരിച്ച് ഇയാളുടെ ആത്മാവ് രക്ഷപ്പെടും. എന്നോട് പറഞ്ഞു, അച്ഛാ ഗ്രിഗോറിയൻ കുർബാന ചൊല്ലാമോ? കാര്യങ്ങളൊക്കെ ഞാൻ തിരക്കി. എന്നോട് പറഞ്ഞു, ഒരു 12 അങ്ങ് ചൊല്ലിക്കൂ, ഒരു വർഷം മുഴുവൻ അങ്ങ് ചൊല്ലിക്കൂ. ഞാൻ ആ സഹോദരങ്ങളോട് സ്നേഹത്തോടെ കൈകൂപ്പിയിട്ട് പറഞ്ഞു, ഇത് വില കൊടുത്ത് ആത്മാവിനെ നേടിയെടുക്കാൻ കഴിയുന്ന കുറുക്കുവടികളോ സൂത്രപ്പണികളോ ഒന്നുമുള്ള പരിപാടിയല്ല. ഞാനത് വാങ്ങിയില്ല എന്ന് മാത്രമല്ല, ഒരു കാരണവശാലും അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഗുണമുണ്ടാകില്ലെന്നവരെ ബോധ്യപ്പെടുത്തുക കൂടെ ചെയ്തു. മറിച്ച് ജീവിതകാലത്ത് യോഗ്യതയോടെ കുർബാനയിൽ പങ്കെടുത്ത് കുർബാനയുടെ അനുഗ്രഹത്തെ ജീവിതത്തിൽ നിക്ഷേപമായിട്ട് കരുതി കാത്തു സൂക്ഷിച്ച് കൊണ്ടു നടക്കണം. ഞാൻ ചെറുപ്പക്കാരായ മക്കളുള്ള മാതാപിതാക്കളോട് പറഞ്ഞു കൊടുക്കും, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഒരു 10ാം ക്ലാസ് +2 വരെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൺട്രോളിലും നമ്മുടെ പരിധിയിലുമുണ്ട്, നമ്മുടെ നെറ്റ്വർക്കിനകത്തുണ്ട്. 100% എങ്കിലും ഒരു ചെറിയ ശതമാനമെങ്കിലും അത്യാവശ്യം അവർ പറഞ്ഞാൽ കേൾക്കും. എന്തെങ്കിലും നിവൃത്തിയുണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾ വിശുദ്ധ കുർബാനയോട് ചേർത്ത് വളർത്തിക്ക്, മുടങ്ങാതെ കുർബാനയിൽ പങ്കെടുക്കാൻ പരിശീലിപ്പിച്ച് കൃത്യതയോടുകൂടിയിട്ട് ഈ കുഞ്ഞുങ്ങൾ കുർബാനയിലും ആത്മീയ കാര്യത്തിലും പങ്കാളികളാകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഒരുപക്ഷെ അതിനുശേഷം വീട് വിട്ട് ദൂരങ്ങളിൽ പഠനത്തിനോ ജോലിക്കോ ഇവർ പോകുമ്പോഴും കുർബാനയുടെ സാധ്യതകൾ അവിടെ തുച്ഛമാകുമ്പോഴും ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോളൂ, അൾത്താരയോട് ചേർത്ത് ഈ മക്കളെ നിങ്ങൾ ചെറുപ്പത്തിൽ വളർത്തിയിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പം അവർ തമ്പുരാനെ ഓർക്കും. ചിലപ്പോഴൊക്കെ അല്പം ഉഴപ്പി വഴിമാറിയൊക്കെ അവർ ജീവിച്ചാലും ഒരു ധ്യാനം കൂടിയോ ഒരു കൗൺസിലിങ്ങിൽ പങ്കെടുത്തോ ഏതെങ്കിലും ഒരു ആത്മീയ വെളിച്ചം അവർക്ക് കിട്ടുകയോ ചെയ്യുമ്പം ഈ മക്കളിങ്ങനെ വേഗത്തിൽ മടങ്ങി വരുന്നത് കാണാൻ ഇടയായിട്ടുണ്ട്. ജീസസ് യൂത്തിൻ്റെ കൂടെ ജോലിയെടുത്തപ്പോൾ എന്നുവെച്ചാൽ അർത്ഥം എത്രയുള്ളൂ, ഇത്രയ്ക്ക് ശ്രേഷ്ഠമായൊരു ആത്മീയ കർമ്മം കുർബാന. അത് ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ല, മരണാനന്തരം പോലും ഏറ്റവും കരുത്തായി മാറണമെങ്കിൽ യോഗ്യതയോടെ കുർബാനയുടെ ഭാഗമാകണം. ഈ മരണത്തോട് ബന്ധപ്പെട്ടൊരു ചിന്ത കൂടെ കൂട്ടിച്ചേർക്കാതിരിക്കാനാവില്ല. അതൊക്കെ സ്ഥാനഘടന ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്. മരണശേഷം നിനക്ക് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കുമെന്നും ബലിയർപ്പിക്കുമെന്നും നിനക്ക് ഉറപ്പിക്കാൻ കഴിയുമോ?
ഓർത്തോണം. മരണശേഷം നമ്മുടെ കാര്യത്തിൽ ആരെങ്കിലും ശ്രദ്ധിക്കുമെന്ന് ഒരു ഗ്യാരണ്ടിയുമില്ല. പുതിയ തലമുറയിൽ പ്രതീക്ഷിക്കുക പോലും വേണ്ട. നിന്റെ ആത്മരക്ഷ നിന്റെ കൈകളിലായതുകൊണ്ട് നീ അതിൽ ശ്രദ്ധിക്കണം. ക്രിസ്ത്യാനികളും പറയാണ്, വീണ്ടും ഓർമ്മപ്പെടുത്താണ്, കണ്ണിൽ നിന്ന് മറയുമ്പോൾ മനസ്സിൽ നിന്നുമായും. അതുകൊണ്ട് ജീവിച്ചിരിക്കെ തന്നെ നിന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി കുർബാനയിലും ആത്മീയ കർമ്മങ്ങളിലും ശ്രദ്ധയോടെ വ്യാപരിക്കണം. മരണത്തെ ഭയപ്പെടാതിരിക്കണോ? പാപത്തെ പേടിക്കണ്ടേ? ക്രിസ്ത്യാനികളും പറയാം, മരണത്തെ അല്ല പേടിക്കേണ്ടത്, പാപത്തെയാണ്. പാപം ചെയ്യുന്നവൻ്റെ മരണം ഭയാനകമാണ്. പാപിയുടെ ജീവിതം ഈ ലോകത്തിന് ഗുണകരമല്ല. അവൻ ലോകത്തിൽ പണ്ടേ ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ മരിച്ചവനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും നമ്മൾ ഓർമ്മിക്കണം, എൻ്റെ ജീവിതത്തെ, പ്രത്യേകിച്ചും നിത്യജീവിതത്തിനു വേണ്ടിയുള്ള നിക്ഷേപങ്ങളായി കുർബാനയെ മാറ്റണം. അത് വ്യക്തിപരമായും കുടുംബപരമായും നമ്മളതിനെ മാറ്റിയെടുക്കാൻ മനസ്സ് കാണിക്കണം. ശ്രദ്ധയോടുകൂടെ ഒന്ന് ജീവിച്ചാൽ, കൃപയോടുകൂടിയിട്ടൊന്ന് ജീവിച്ചാൽ, ഞാനും നിങ്ങളും അറിയാതെ മരണം കൺമുൻപിൽ കടന്നു വരുമ്പോഴും അതിനെ ഇങ്ങനെ കഴിഞ്ഞ നാളുകളിൽ യൂട്യൂബിലും ഓൺലൈനിലൊക്കെ നമ്മൾ കണ്ടില്ലേ, ഇങ്ങനെ നിറപുഞ്ചിരിയോട് കൂടിയിട്ട് മരണത്തെ സ്വീകരിക്കുക. വിശുദ്ധ ജീവിതങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. സാധാരണ മനുഷ്യർ പോലും അങ്ങനെയുണ്ട്. എനിക്കൊരു അമ്മച്ചി അറിയാം. ഈ അമ്മച്ചിയുടെ മകള് UK-യിലാണ് ജോലി എടുക്കുന്നത്. നാട്ടിൽ വന്നു. അമ്മച്ചിയുടെ അരികിൽ കുറച്ചാണ് ശുശ്രൂഷയ്ക്ക് വേണ്ടിയിരുന്നു. അമ്മച്ചിയെ കാണാൻ ഞാൻ ചെന്നപ്പം എന്തൊരു അഭിഷേകത്തോട് കൂടിയിട്ട് ജീവിച്ചൊരമ്മച്ചിയാണ്. അമ്മച്ചിക്ക് കൃത്യമായിട്ട് അമ്മച്ചിയുടെ അവസാന ദിവസങ്ങളെക്കുറിച്ച് അറിയാം എന്നെനിക്ക് മനസ്സിലായി. കാരണം അമ്മച്ചി ആ ദിവസങ്ങളിൽ കാണാൻ ചെല്ലുമ്പം കാണുന്ന സ്വപ്നങ്ങൾ മുഴുവനും സ്വർഗവും മാലാഖമാരും വിശുദ്ധരുമൊക്കെ. അമ്മച്ചി പറയുന്നത് മുഴുവനും ദൈവിക കാര്യങ്ങളാണ്. അമ്മച്ചിയുടെ അത്തരത്തിലും ഹൃദയത്തിലും ജീവിതത്തിലും മുഴുവനും ആത്മീയ കാര്യമാണ്. എന്നെ അത്ഭുതപ്പെടുത്തി. ആ കാലത്തെ പ്രത്യേകതകളൊന്നും അമ്മച്ചിക്ക് അറിയില്ല. അമ്മച്ചിക്ക് വേറെ ഒന്നും അറിയില്ല. ഞാൻ അമ്മച്ചിയുടെ അടുത്ത് ചെന്നു. അമ്മച്ചി എന്നോട് പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഈ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എനിക്ക് നല്ല ബോധ്യമുണ്ട് പ്രിയപ്പെട്ടവരെ. കിടക്കുന്ന ഈ അമ്മച്ചിയുടെ കട്ടിനരികിൽ ഞാൻ മുട്ടുകുത്തി ഈ അമ്മച്ചിയെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അത്ര മനോഹരമായിട്ട് പ്രാർത്ഥിച്ചു. വചനമൊക്കെ പറഞ്ഞ് വളരെ ആത്മീയ നിറവുള്ള ഒരു അഭിഷേകത്തിൻ്റെ പ്രാർത്ഥന കിട്ടിയ ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. അർത്ഥത്ര മാത്രം. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മരണത്തെ ജീവിതത്തിൻ്റെ അവസാനമെന്ന് വിളിക്കുന്ന സാമാന്യ ബുദ്ധിക്ക് ഈ ലോക ജീവിതത്തിൻ്റെ ഏറ്റവും ഒടുക്കത്തെ കാര്യമെന്ന് പറയുന്ന മരണം, അതിനെ സംയമനത്തോടെ സ്വീകരിക്കാൻ, അതിനെ തമ്പുരാൻ്റെ കൃപയാക്കി രൂപാന്തരപ്പെടുത്താൻ, അവിടെ നിക്ഷേപത്തിൻ്റെ ഉറപ്പോട് കൂടിയിട്ട് ദൈവസന്നിധിയിലേക്ക് മടങ്ങാൻ തക്ക വിധം വ്യാപരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇതൊരു ഭാഗ്യമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ രോഗാസന്നമായിട്ട് അത്യാസന്ന നിലയിലായിരിക്കുമ്പോഴും എന്തൊരു ഗ്രേസ്ഫുള്ളായിട്ടാണെന്നോ ആ മാർപ്പാപ്പയുടെ ജീവിതത്തെക്കുറിച്ച് കേൾക്കാനിടയാകുന്നത്. നല്ല ഒരുക്കത്തോടു കൂടിയിട്ട്, നല്ല അഭിഷേകത്തോടു കൂടി. ഫ്രാൻസിസ് അസിസിയൊക്കെ മരിച്ചതുപോലെ മുൻപേ എല്ലാം ഒരുക്കി, പറയും പ്രകാരം ഒരുങ്ങി മരിക്കാൻ തക്ക വിധം ജീവിതം സാധ്യമാകുന്ന ബലമായി മാറുന്ന കുർബാന. നമുക്ക് ചേരാം കുർബാനയോട് പ്രാർത്ഥിക്കാം. ദിവികാരുണ്യേശോയെ, ഏറെ പ്രത്യേകമായി ജീവിതത്തിൽ കരുത്തായി മാറുന്ന കുർബാന, പ്രത്യേകിച്ച് വലിയ നിർണായകമായ മരണത്തിൻ്റെ മുമ്പിൽ അനുഗ്രഹത്തോടുകൂടെ കടന്നു പോകാൻ, അഭിഷേകത്തോടുകൂടെ ആയിരിക്കാൻ കുർബാനയിലൂടെ ഞങ്ങൾ കരുത്ത് പറഞ്ഞമേ. കുർബാനയുടെ കരുത്ത് ഞങ്ങളുടെ കരുത്തായി മാറട്ടെ. കുർബാനയുടെ ബലം ഞങ്ങളുടെ ബലമായി തീരട്ടെ. ജീവിതകാലത്തെ കുർബാന, യോഗ്യതയുടെ കുർബാന മരണശേഷമുള്ളതിനേക്കാൾ ഏറെ പ്രാധാന്യമുള്ളതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. പരിശുദ്ധ അമ്മയെ പ്രാർത്ഥിക്കണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യേശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.